ഞാൻ പറഞ്ഞതാ. സാധനം എങ്ങനെയുണ്ട്? നാണിക്കാതെ ഇങ്ങ് അടുത്ത് വാ, മുതലാളി ഒന്ന് കാണട്ടെ. ഇവിടെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അത് ശരി, ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ? സേതുമാധവന്റെ പെങ്ങളല്ലേ? എന്നെ ഓർമ്മയുണ്ടോ? അവനിവിടെ ഉണ്ട്, ഈ ഹോട്ടലിൽ. എനിക്ക് പോണം. ചേട്ടനറിഞ്ഞ? ഓ പിന്നെ, ചേട്ടൻ അറിഞ്ഞ അങ്ങ് ഒഴിഞ്ഞു പോയിക്കോളും. അങ്ങനെ ആ ബുദ്ധിയുള്ളവര്. നീ അങ്ങോട്ട് അടുത്ത് ചെന്നിരുന്നേ, ഇതൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്ക്. ആ ചെല്ലേ. എനിക്ക് പോണം. ഞാൻ വേറെ ദിവസം വരാം. നീ പേടിക്കൊന്നും വേണ്ട, അവൻ ഇങ്ങോട്ടൊന്നും വരാൻ പോകുന്നില്ലെന്നേ. ഇന്നും നാളെയും നമ്മൾ ഈ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നില്ല. പോരെ? അറിഞ്ഞാൽ തന്നെ റിഹേഴ്സലാന്നങ്ങ് പറയണം. ആ താൻ പോ, എന്നിട്ട് വേണം ഞങ്ങൾക്ക് വാതിലടയ്ക്കാൻ. ഒരാൾ കൊണ്ടുവന്ന ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇവളാണെന്ന് അറിയുന്നത്. നിനക്ക് ഒഴിവാക്കാൻ ഞാനാണോടെ കുറ്റക്കാരൻ? ഇനി വല്ല പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടേ? ആകെ നാളില്ലേ? ഇനി എന്തോ പറയൂടെ? നിന്നെ തുറക്കാൻ, വാതില് തുറക്കാൻ. തുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും. വാതില് തുറക്കാൻ. എല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലേ? നിങ്ങളാണോ അച്ഛൻ? നിങ്ങളാണോ ഞങ്ങളുടെ അച്ഛൻ? നിങ്ങളാണോ ഞാൻ അച്ഛാന്ന് വിളിച്ചത്, സ്നേഹിച്ചത്, മാനിച്ചത്, ആരാധിച്ചത്? വേറെ ആരും ഒന്നും അറിയണ്ട. വയ്ക്കോ. ഏട്ടൻ വരണില്ലേ? ഇല്ല. ഇനി ഞാൻ ഈ വീട്ടിൽ കാലുകുത്തണമെങ്കിൽ നമ്മുടെ അച്ഛനെന്ന് പറയുന്ന ആൾ മരിക്കണം. ഏട്ടാ, നമ്മുടെ അച്ഛൻ പാവമാണ്. ഞാൻ ചീത്തയായതറിഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ പോയ ആളാണ് നമ്മുടെ അച്ഛൻ. അന്ന് ഞാൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നീട് ഇനി ഉണ്ടാവില്ല എന്ന് വാക്ക് കൊടുത്തിട്ടും പാലിക്കാൻ പറ്റിയിട്ടില്ല. എന്റെ ഉറപ്പിലാണ് രമേശൻ പഠിക്കണത്. അവനെങ്കിലും നന്നാവട്ടെ എന്ന് കരുതി. പിന്നീട് അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിലിരുന്ന് ഉരുകുന്ന നമ്മുടെ അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനാണ് ക്രൂരത കാണിച്ചത്. നിർബന്ധിച്ചു കൊണ്ടുപോകും കൂട്ടിന്. ഇതെന്ത് കുടിയെ കുടിക്കണത്? വന്ന് കയറിയപ്പോൾ തുടങ്ങിയതാണല്ലോ. അടങ്ങണില്ല. എന്നിട്ടും നെഞ്ചിലെ തീ കത്തുകയാണ്. ഓ ഈശ്വര, ഇതിന് മാത്രം എന്ത് പാപമാണ് ഞാൻ ചെയ്തത്? വിഷമിക്കണ്ട ആശാനെ, എല്ലാവരുടെ ഉള്ളിലുണ്ട് തീ. എന്റെ ഉമ്മ ആരാണെന്നറിയാമോ? കൊല്ലത്ത് ചിന്നക്കടയിൽ ഒരു ലോറി ബീവാത്തുണ്ട്. ലോറിക്കാർക്കൊക്കെ അറിയാം. ആ ഉമ്മയുടെ മോന. കൊല്ലത്ത് പോകാൻ എനിക്ക് പേടിയാ. ഇപ്പോഴും ഉണ്ട് എൻ്റെ ഉമ്മ, വയസ്സായിട്ടും. എന്നെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു തമാശ. പക്ഷെ എൻ്റെ ഉള്ളിൽ ബാപ്പുണ്ട്. വടക്കം കണ്ട് സുഖമായിട്ട് കഴിയണം. ആ എന്താ നജീബേ, 100 അടിക്കണോ? സേതു, ഇനി മതി. നീ വീട്ടിലേക്ക് ചെല്ലേ.
ആരുടെ വീട് എനിക്ക് വീടൊന്നുമില്ല. ബാപ്പ ഒരു വിവരം പറഞ്ഞു. സ്റ്റേഷനിൽ മെസ്സേജ് വന്നതാ. നിന്റെ അച്ഛൻ ദിവാകരൻ മുതലാളിയുടെ ഹോട്ടലില് മരിച്ചു. ഫാനിൽ കെട്ടി തൂങ്ങി. ഈശ്വര. വികാരമേ നിറയൂ വീണ്ടുമെൻ ലോലമാം സന്ധ്യയിൽ ആതിരാത്തെന്നലിൻ നിഹാരബിന്ദു ചൂടുവാൻ കാന്തമാണെങ്കിലും കാന്തമാണെങ്കിലും സ്വപ്നവേഗങ്ങളിൽ വീഴാതെ നിൽക്കുമെന്റെ ചേതന നിൻവിരൽ പൂതൊടുമ്പോഴൻ നെഞ്ചിൽ മധുരം ജീവാമൃത ബിന്ദു ഹൃദയം പാടും ലയസിന്ധു മധുരം ജീവാമൃത ബിന്ദു. പോലീസുകാർ അന്ന് അച്ചുവിന്റെ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഒരു കത്തുണ്ട്. നിനക്ക് എഴുതി വച്ചതാ. സേതുമാധവന് എല്ലാ ഭാരവും നിന്നെ ഏൽപ്പിക്കുന്നു. ലതയെ ഉപേക്ഷിക്കരുത്. അവൾ സാധുവാണ്. മറ്റൊന്നും പറയാനില്ല. ജീവിതത്തിൽ ഞാൻ കരഞ്ഞിട്ടുള്ളത് നിന്നെ ഓർത്ത് മാത്രമാണ്. അച്യുതൻ നായർ. അവൻ എന്തിനിത് ചെയ്തു എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഉരുകി ഉരുകി സഹിക്കാൻ പറ്റാതായിട്ടുണ്ടാവും. നേരത്തെ അവന്റെ മനസ്സിലുണ്ടായിരുന്നു എന്തൊക്കെയോ. കഴിഞ്ഞ ആഴ്ച പെട്ടെന്നൊരു ദിവസം വീട്ടിലേക്ക് വന്നു. കൃഷ്ണേട്ടാ നമുക്കൊന്ന് കൂടണമെന്ന് പറഞ്ഞു. അവൻ തന്നെ അരക്കൊപ്പി വാങ്ങിക്കൊണ്ടുവന്നു. ഞങ്ങൾ കഴിച്ചു. അങ്ങനെ ഞങ്ങളൊന്ന് കൂടിയിട്ട് 5-8 കൊല്ലായി. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അമ്മുവിന്റെ സൂക്കേടിന്റെ കാര്യം, ഒരു ചെറിയ ഓപ്പറേഷൻ നടത്തിയ ഭേദാവുന്ന ഡോക്ടർമാർ പറഞ്ഞു അത്രേ. രമേശന്റെ പഠിപ്പ്, ലതയുടെ കല്യാണം, അംബികയുടെ കാര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നിന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയത് ദേഷ്യത്തില. പക്ഷെ പറഞ്ഞു പറഞ്ഞ് കൊച്ചു കുട്ടികളെ പോലെ തേങ്ങി തേങ്ങി കരഞ്ഞു. പോകാൻ നേരത്ത് പറഞ്ഞു, കൃഷ്ണേട്ടാ രാമപുരത്തുനിന്നൊക്കെ വിറ്റിട്ട് പോരാൻ പോവാ. ആ നാട് ശരിയില്ല. പിന്നെ നമ്മളൊക്കെ വയസ്സായി വരികയല്ലേ. മരിക്കുന്നതിന് മുമ്പ് നമുക്ക് പഴയ പോലെ കുറച്ച് ദിവസം കഴിയണം. അച്ചു പോയി. ഇനി എന്നാണാവോ ഞാൻ. നീ പോവാണോ? ഇപ്പൊ തന്നെ 4-5 ദിവസത്തെ ക്ലാസ് പോയി. സഞ്ചയനം കഴിഞ്ഞിട്ട് പോയാ പോരെടൂ. കൃഷ്ണമാമ എന്തറിഞ്ഞിട്ടാ? ഞാനിത് 4th ഇയറാ. അവൻ പൊയ്ക്കോട്ടെ കൃഷ്ണമാമ. അമ്മയോട് പറഞ്ഞ നീ? ഇല്ല, അമ്മ മയങ്ങുക. മരുന്നിന്റെ വിളിച്ചില്ല. ഒരു ദിവസം അറിയിച്ചിട്ട് അമ്മയൊന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നാ ഞങ്ങളുടെ കാർഡിയോളജി പ്രൊഫസറെ ഒന്ന് കാണിക്കാം. ഏട്ടാ ഒരു മിനിറ്റ്. എന്തിനാണ് ഏട്ടാ നമ്മുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തത്? ഞാൻ എല്ലാവരോടും ചോദിച്ചു, ആർക്കും അറിയില്ല. എല്ലാം എന്റെ തെറ്റാണ്. ഞാൻ വേദനിപ്പിച്ച് അരി സന്ധ്യയായിട്ട് വരണ കാണുമ്പോ
ആ പഴയ രൂപ തോന്നണ അമ്മായിക്ക്. പഴയ രൂപത്തിൽ അവനെ ഒന്ന് കണ്ടിട്ടും മരിക്കാൻ പറ്റുമോടിന്ന് എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഇനി പറയാനും വഴക്ക് കൂടാനും ആരാടാ ഉള്ളത്? അമ്മയ്ക്ക് കരഞ്ഞു തീർക്കാം. ഞാനും അമ്മേ. കാപ്പി. ഇത് കുടിക്കമ്മേ. അവൾക്ക് വലിയ വിഷമം. സേതുമാവൻ ഇത്ര ദിവസമായിട്ട് അവളോട് മിണ്ടിയില്ലാന്ന്. ദേവിയുടെ തനി സ്വഭാവമാ. എന്താ മോളുടെ പേര്? ശ്രീലക്ഷ്മി. എന്റെ ദുർബുദ്ധിയാ. അല്ലെങ്കിൽ എന്റെ മോള് മരിക്കില്ല. നീയും ഇങ്ങനെ ആവില്ലായിരുന്നു. സേതു, അമ്മ ഒരു കാര്യം പറഞ്ഞാ നീ കേക്കണം. കേൾക്കും. അമ്മ പറഞ്ഞോളൂ. എനിക്ക് ഇവിടുന്ന് പോണം. ഈ നാട്ടിലെ ജീവിതം മതിയായി. കിട്ടിയ വിലയ്ക്കൊക്കെ വിറ്റുപെറുക്കി പോണം. എന്റെ മാത്രല്ല, എല്ലാവരുടെയും തീരുമാനം അങ്ങനെയാ. ലതയുടെയും അംബികയുടെയും ഒക്കെ. നിന്റെ അച്ഛനും ഒടുവിൽ പോണമെന്നായിരുന്നു. പോകാമേ. നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് ഞാൻ എതിര് നിൽക്കില്ല. പക്ഷേ എങ്ങോട്ട്? തറവാട്ടിലേക്കോ? അതെന്താ, അവിടെ നിനക്ക് പിടിക്കില്ലേ? അതല്ല കൃഷ്ണമാമ, അവിടെ വന്ന് ഞാൻ എന്ത് ചെയ്യാൻ? ഇവിടെ ആവുമ്പോ പേരിനൊരു ജോലിയുണ്ട്. നമ്മൾ എല്ലാം മനസ്സിലാക്കി ഒന്ന് ഒഴിഞ്ഞു തന്നാ മതി. കാശിന് കാശ് തന്നെ വേണം. എടാ, ഈ നാട്ടുകാരെ പേടിപ്പിച്ചും തല്ലി ഉണ്ടാക്കുന്ന കാശ് മാത്രമാണോ കാശ്? ആ കാശ് എനിക്ക് വേണ്ട, എന്റെ മക്കൾക്കും വേണ്ട. മോനെ, ഇനി ഇവിറ്റകൾക്കൊക്കെ നീ മാത്രമേ ഉള്ളൂ. എനിക്ക് ഇനി അധികം കാലമൊന്നുമില്ല. ഭാരതിയുണ്ട്, തന്തയും തള്ളയില്ലാത്തൊരു പെൺകുട്ടിയുണ്ട്. അവറ്റകൾക്കൊക്കെ നീയല്ലാതെ പിന്നെ ആരാ ഉള്ളേ? ഞാനുണ്ടാവും കൃഷ്ണമാമ. ഉണ്ടായാ പോരാ, മാനം മര്യാദയായിട്ട് പുലർത്തണം. തറവാട്ടിലെ എല്ലാ സ്വത്തും നിനക്കാം. ഇരിക്കണ പറമ്പും പെരയുണ്ട്. ഒരേക്കർ തെങ്ങും അത്യാവശ്യത്തിന് നിലമുണ്ട്. അധ്വാനിക്കുക, ആ മണ്ണ് തരും നിനക്ക്. അതും വയ്യെങ്കിൽ ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് എന്തെങ്കിലും കച്ചവടോ കൈത്തൊഴിലോ ചെയ്യുക.